and subscribe. നമുക്കൊരു പാർസൽ വന്നിട്ടുണ്ട്. അപ്പം പാർസൽ എടുക്കാൻ പോവാണ്. നന്നായിട്ടുള്ള മഞ്ഞ് പെയ്യുന്നുണ്ട്. നമുക്കപ്പം പോസ്റ്റ് ഓഫീസിൽ നിന്നൊരു ഇമെയിൽ വന്ന് ഒരു പാർസൽ വന്നിട്ടുണ്ടെന്ന്. അപ്പം നമ്മൾ പാർസൽ എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. Hi, Josh. I need to small help. Sorry. I'll see you. I'll go down. Thanks. അപ്പോൾ മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇത് 0.5 എടുക്കുന്നുണ്ട്. .7 കുറച്ചും കൂടി ഒരു ദിവസമുണ്ട്. ഇതാണ് നമ്മുടെ പോസ്റ്റ് ബോക്സിൻ്റെ കീ. ആക്ച്വലി അതിൻ്റെ അകത്ത് പാർസൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ വരും, യു ഗോട്ട് എ പാർസൽ ഉണ്ട്. എന്നിട്ട് പാർസൽ ട്രെയിനിൻ്റെ കീ അതിലുണ്ടാവും. പുതുതായിട്ട് കാനഡയിലേക്ക് വരുന്ന ആൾക്കാർ നിർബന്ധമായും നോക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ PO ബോക്സ് നമ്പർ. അത് തെറ്റായിട്ട് എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റിസീവ് ചെയ്യാനുള്ള മെയിലിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ഓടേണ്ടി വരും. അല്ലെങ്കിൽ അത് കിട്ടിയാൽ തന്നെ ഒരുപാട് ഡിലേ ആയിട്ടായിരിക്കും വരിക. നിങ്ങളെ ഡ്രൈവേഴ്സ് ലൈസൻസ്, നിങ്ങളെ MCP കാർഡ്, ഇൻഷുറൻസ് കാർഡ്, ഫോട്ടോ ID, PR കാർഡ്, അങ്ങനെ എല്ലാം വരുന്ന ഇതിലായിരിക്കും. നിങ്ങളെ ലാൻഡ് ലോഡിനോട് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കണം എവിടെയാണ് പോസ്റ്റ് ബോക്സിൻ്റെ ലൊക്കേഷൻ. അതിൻ്റെ കീ തരാനും പറയണം. അപ്പം പോസ്റ്റ് ബോക്സ് നമ്പർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് റോങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മെയിൽ വരുന്നത് ഒരുപാട് കറങ്ങിത്തിരിഞ്ഞ് ഒരുപാട് ദിവസങ്ങൾക്ക് എടുത്തായിരിക്കും. അതും നമ്മൾ അതിൻ്റെ പിന്നാലെ കുറേ നടക്കേണ്ട ആവശ്യങ്ങൾ വരും. ഞാൻ അങ്ങനെ വന്ന സമയത്ത് കുറേ പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ന്യൂഫൗണ്ട്ലാൻഡിലെ മിക്കവാറും സ്ഥലത്ത് ആമസോൺ ഡെലിവറി പോസിബിൾ ആണ്. നല്ല ഒന്നാന്തരം മഞ്ഞാണ്. പക്ഷേ താഴെ വീഴുന്നാലും പെട്ടെന്ന് ഇവിടെ നലിഞ്ഞുമുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, ഭയങ്കര ഹെവി ആയിട്ടില്ല. അതെനിക്ക് തോന്നുന്നത് ചെറുതായി മഴയും പെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം താഴെ വീഴുന്നൊക്കെ പെട്ടെന്ന് നലിഞ്ഞു പോകും. ഈ റോഡിനറ്റത്താണ് നമ്മുടെ പോസ്റ്റ് ബോക്സ് ഉള്ളത്. നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തേക്ക് എത്താനായി. അതൊരു ആൽബർട്ട വണ്ടിയാണ് പോയത്. ഇവന്മാർ സമ്മർ തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങോട്ടേക്ക് ചേക്കേറി തുടങ്ങും. അങ്ങനെ നടന്ന് ബോക്സ് എത്തി. നമ്മുടെ ബോക്സ് ഇവിടെ 7 ആണ്. സെവൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതുണ്ടോ ഇങ്ങനൊരു കീ കിട്ടും. ഒരു കത്ത് വേണം. ഗവൺമെൻറ് ഓഫ് കാനഡ. ട്രേ പൂട്ടി മെയിൻ താക്കൽ എടുക്കുക. ഓക്കെ, ഇനി ഇത് പാർസൽ ട്രെയിനുള്ള കീയാണ്. ഇതിൽ 1A എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പോയിട്ട്
1A നോക്കണം. (4A, 4D). So 1A is this one. 1A ഇത് തന്നെയാണ്. യെസ്, ഇതെടുക്കും നമ്മുടെ പാർസൽ. ഇതെടുക്കുന്നു. ട്രേ ഇതുപോലെ പൂട്ടുന്നു, കീ റിട്ടേൺ എടുക്കുന്നു. അതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഈ കീ റിട്ടേൺ ചെയ്യണം. ഇതുപോലെ അങ്ങ് ഇടുന്നു. ഈ ഹോളിൻ്റെ അകത്തേക്ക് കീ റിട്ടേൺ ഇടണം. അതൊരു പരിപാടി കഴിഞ്ഞു. ലെറ്റ്സ് ഗോ ബാക്ക്. ഇതാ നമ്മുടെ പാർസൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ പോസ്റ്റ് നമ്പർ എടുക്കണമെങ്കിൽ ജസ്റ്റ് വീടിൻ്റെ റെൻ്റൽ കോൺട്രാക്റ്റ് ആയിട്ട് അടുത്ത പോസ്റ്റ് ഓഫീസിൽ പോയേ വേണ്ടൂ. അവർ നമ്മുടെ ലൊക്കേഷൻ നോക്കി അടുത്ത് തന്നെ ഒരു പോസ്റ്റ് ബോക്സ് അസൈൻ ചെയ്ത് തരും. നമ്മുടെ പേര്, ഫോൺ നമ്പർ, അഡ്രസ്സ് എഴുതുന്ന ഒരു ചെറിയ ഫോം മാത്രമേ ഫില്ല് ചെയ്യാനുള്ളൂ. അത് അവർ അവിടെ നിന്ന് തരും. മറ്റേ ഒണ്ടേറിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റേ കത്തുകളൊക്കെ ഈ കാനഡ പോസ്റ്റർ വീട്ടിലേക്ക് കൊണ്ടുതരാൻ തോന്നും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ പോയിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഇതേപോലെ അവർ പാർസൽ ട്രെയിനിൻ്റെ കീ ഇട്ട് വെക്കും. നമ്മൾ ആ കീ എടുക്കുന്നു, പാർസൽ എടുക്കുന്നു, കീ റിട്ടേൺ ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇനി ഈ ദൂരം തിരിച്ചങ്ങോട്ട് നടക്കാനുണ്ട്. ഇതൊക്കെയാണ് കാനഡയിൽ വന്നാലുള്ള ചില സ്ട്രഗിൾസ്. പക്ഷേ നമ്മളിതൊക്കെ എന്താ പറയുക, ഒരു യൂസ് ടു ആവും. പിന്നെ ഒന്നൊരു പ്രശ്നമേ ആയിരിക്കില്ല. ആദ്യം വന്ന കുറച്ച് കാലം എന്തായാലും മഞ്ഞ് കോരലും ബഹളമൊക്കെ ആയി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പിന്നെ അതങ്ങ് റെഡിയായി പോകും. ഒരു വിൻ്റർ സീസൺ കഴിയുമ്പോഴത്തേക്കാണ് നമ്മളെല്ലാം ഏകദേശം എല്ലാ പരിപാടികളും പഠിക്കും. എന്നാൽ പിന്നെ അതിൽ നീട്ടിക്കുന്നില്ല. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് പിന്നെ തിരിച്ചങ്ങോട്ട് വീട്ടിലേക്ക് നടക്കുന്നതാണ്. അപ്പോൾ ശരി, സീ യു അഗൈൻ. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ കനേഡിയൻ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു.